സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിയുമ്പോൾ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഏറ്റവും അധികം അലട്ടുന്ന വിഷയം റിബലുകളുടെയും അസംതൃപ്തരുടെയും സാന്നിധ്യമായിരിക്കും. റിബലുകളായി മത്സരിക്കാൻ ചുരുങ്ങിയത് ഒരു ഡസൻ ആളുകളെങ്കിലും ഉണ്ടാകാറുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും. അസംതൃപ്തരുടെ എണ്ണമാണെങ്കിൽ ഓരോ മണ്ഡലത്തിലും ഡസൻ കണക്കിന് ആളുകൾ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വലിയ അപകടം ഒഴിവായിരിക്കുന്നു. അങ്ങനെ ആ അപകടം ഒഴിവാക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചത് AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു തർക്കവും ഉണ്ടാകില്ല. ഇപ്പോൾ UDFിൻ്റെ ചെയർമാനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിൻ്റെ പ്രചാരണം നയിക്കുന്ന രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഉള്ളപ്പോഴും കോൺഗ്രസിലെ റിബലുകളായി രംഗത്ത് വന്നവരെയും അസംതൃപ്തരെയും പാർട്ടിയോടൊപ്പം ചേർത്തു നിർത്താൻ KC വേണുഗോപാൽ ഒരു ദൗത്യം ഏറ്റെടുത്തു. ആ ദൗത്യം ഇങ്ങ് തെക്ക് മുതൽ അങ്ങ് കാസർഗോഡ് വരെയും വിജയിച്ചു എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായപ്പോൾ നമുക്ക് ബോധ്യമായ ഒരു കാര്യം. അവരെ എല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി കളത്തിലിറക്കാനും KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലൂടെ സാധിച്ചു. ഉള്ളിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ആ വിയോജിപ്പുകൾ മാറ്റിവെച്ച് രംഗത്തിറങ്ങാൻ അസംതൃപ്തരായി നിന്നവർ, സീറ്റ് കിട്ടാത്തവർക്ക് സ്വാഭാവികമായി അത്തരത്തിലുള്ള അതൃപ്തികൾ ഉണ്ടാകും. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പരസ്യമായി പൊട്ടിത്തെറിക്കുന്നവരും പ്രതികരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. പക്ഷെ അന്തിമമായി കോൺഗ്രസിൻ്റെ പ്രചാരണ രംഗത്ത് ഇപ്പോൾ തളിപ്പറമ്പിൽ മത്സരിക്കുന്ന കൊയ്യം ജനാർദ്ദനൻ എന്ന അവിടുത്തെ DCC സെക്രട്ടറി ഒഴികെയുള്ള മറ്റ് മുഴുവൻ ആളുകളെയും മത്സരരംഗത്ത് നിന്ന് പിന്മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ നൽകിയ ഒരു വലിയ സമ്മാനം. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ KC വേണുഗോപാലിനാണോ രമേശ് ചെന്നിത്തലയ്ക്കാണോ സതീശനാണോ കൂടുതൽ പിന്തുണയുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകളെ നിർത്താൻ സാധിച്ചത് എന്നൊക്കെയുള്ള തർക്കം, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതൃപ്തി പ്രകടിപ്പിച്ചു നിന്നവർ, അതിൽ ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവരുണ്ട്, സതീശനോടൊപ്പം നിൽക്കുന്നവരുണ്ട്, KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്നവരുണ്ട്, പഴയ A ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്ന കാര്യം. ഇപ്പോൾ പാറശാലയിൽ വിമതനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയ മുൻ MLA AT ജോർജ് അടക്കം, അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പുനലൂരിൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് സഞ്ജയ് ഖാൻ അവിടെ മത്സരരംഗത്ത് ഇറങ്ങുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒന്ന് ഇടപെട്ട് നോക്കിയെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ KC വേണുഗോപാലിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ചേർത്തുപിടിക്കൽ ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു. സഞ്ജയ് ഖാനോട് എനിക്ക് നിന്നോട് തർക്കിക്കാനാകില്ല എന്ന് പറഞ്ഞ ഉള്ള ആ ചേർത്തുപിടുത്തം. അതിനുശേഷം അപ്പുറത്ത് പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ അവിടെയും അസംതൃപ്തരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ളവർ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നവരായിരുന്നു, അനീഷ് വരിക്കണ്ണാമല അടക്കം. അവരെ ഒക്കെയും ചേർത്ത് നിർത്തി നിങ്ങൾക്കൊക്കെ ഇനിയും ഈ പാർട്ടിയിൽ ഭാവിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തന്നോട് ചേർത്ത് നിർത്തി ഒരു ആലിംഗനത്തിലൂടെ വീണ്ടും കരുത്തുള്ള പാർട്ടിക്കാരായി നിലനിർത്താൻ KC വേണുഗോപാലിന് സാധിച്ചു. അത് ഏറ്റവും ഒടുവിൽ തൃക്കരിപ്പൂരിൽ സീറ്റ് മോഹിച്ചിരുന്ന അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നിർബന്ധം മൂലം, പിടിവാശി മൂലം സീറ്റ് നഷ്ടപ്പെട്ടു പോയ ബാലകൃഷ്ണൻ പെരിയയെയും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ വെച്ച് തന്നോടൊപ്പം ചേർത്തു നിർത്തി. അവരെപ്പോലുള്ളവർക്ക് ഇനിയും അവസരമുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ഇപ്പോൾ കുട്ടനാട്ടിൽ വിമതനായി മത്സരരംഗത്തിറങ്ങി വോട്ട് പിടിച്ചു തുടങ്ങിയ സജി ജോസഫിനെയും ആ മത്സരരംഗത്ത് നിന്ന് പിന്മാറ്റാൻ സാധിച്ചത് KC വേണുഗോപാലിൻ്റെ മികവ് കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടനാടും പുനലൂരും ഈ കോൺഗ്രസിൻ്റെ 2 വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്കുണ്ടാക്കിയേക്കാവുന്ന, മുന്നണിക്കുണ്ടാക്കിയേക്കാവുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൻ്റെ DCC വൈസ് പ്രസിഡന്റ് തന്നെ വിമതനായി രംഗത്തിറങ്ങുന്നു എന്നുള്ളത് ആ പാർട്ടിയുടെ നേതൃത്വത്തിന് അതിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന ഒന്നാണ്. അവർ തിരികെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കിട്ട് പണിയാനുള്ള സാധ്യത നേരിയ വോട്ടുകളുള്ള ഇടങ്ങളിലാണെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന അവസരത്തിൽ അത് അത്രമാത്രം നിർണായകമാകുമെന്നുള്ള തിരിച്ചറിവ് അവിടെ KC വേണുഗോപാലിന് ഉണ്ടാവുകയായിരുന്നു. AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ അത്തരമൊരു ദൗത്യം, സാധാരണഗതിയിൽ ഇതൊക്കെ പാർട്ടിയിലെ
സംസ്ഥാന തലത്തിൽ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയാണ് പതിവെങ്കിലും ഇവിടെ കെ.സി. വേണുഗോപാൽ നേരിട്ടു തന്നെ രംഗത്തിറങ്ങി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇപ്പോൾ പുനലൂരിൽ മത്സരിച്ചിരുന്നെങ്കിൽ അത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല, മലബാറിൽ പോലും ലീഗിന് സ്വാധീനമുള്ള പലയിടങ്ങളിലും പല സ്ഥാനാർത്ഥികളുടെയും വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ കാരണമാകുകയായിരുന്നു. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെക്കൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ് പുനലൂരിൽ അവർ UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അത്തരം വിഷയങ്ങളിൽ ജാഗ്രതയോടുകൂടിയുള്ള സമീപനം. ഇപ്പോൾ കൊയ്യം ജനാർദ്ദനൻ തളിപ്പറമ്പിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയില്ല. അവിടെ ടി കെ ഗോവിന്ദന് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തോട് പാർട്ടിയുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശവും കൂടി കെ.സി. വേണുഗോപാൽ നൽകി എന്നുള്ളതാണ്. അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ട് ഒതുങ്ങാൻ തയ്യാറാകാത്ത ഏക വ്യക്തി അതാണ്. ഇപ്പോൾ കൊയ്യത്തിന് മാറ്റി നിർത്തിയാൽ നോക്കൂ, കേരളത്തിലെ ഒരു പൊതുചിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നല്ല ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ അതൃപ്തരുടെ നിര, പരസ്യ പ്രതികരണങ്ങളുമായി ഒരുപാട് പേർ രംഗത്ത് വരുന്നത്, നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന നിരവധി ആളുകൾ, ഇട്ടെറിഞ്ഞു പോകുന്ന നിരവധി ആളുകൾ. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ ഒരു കമാൻഡിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ കെ.സി. വേണുഗോപാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം നേരിട്ട് കേരളത്തിൽ ഇറങ്ങി ആ പണി ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ്. അതായത് കെ.സി. വേണുഗോപാലിൻ്റെ ഒരു ഡീൽ യഥാർത്ഥത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനും UDFനും വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തിയാൽ കെ.സി. വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ മുന്തിയ സ്ഥാനമുള്ള ആളാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും അതിലൊന്നും വീഴാതെ കൃത്യമായി തൻ്റെ സംസ്ഥാനത്ത് പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് പ്രചരണ രംഗത്ത് നേരത്തെ തന്നെ കെ.സിയുടെ ഇടപെടലുകൾ തുടങ്ങിക്കഴിഞ്ഞു. കെ.സി PR ഓപ്പറേഷൻസ് നടത്തുകയാണ് എന്നൊക്കെയുള്ള ആക്ഷേപം ഉയർന്ന ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്, അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് ജനകീയ വിഷയങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ കപ്പ കഴിക്കാൻ വീട്ടമ്മമാരോടൊപ്പം പോയപ്പോഴും ഇവിടുത്തെ മറ്റേ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചപ്പോഴും ഒക്കെ കെ.സി കേരളത്തിൽ അതിനകത്ത് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നെങ്കിലും കേരളത്തിനകത്ത് നിലനിൽക്കുന്ന അത്തരം അടിസ്ഥാന മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് കെ.സി. വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ടായി മാറിയെന്ന് പറയുന്നതിനകത്ത് ഒരു സംശയവുമില്ല എന്ന് നാം കരുതേണ്ടത്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്